നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ മോഡലിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. CNN യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഇത് പാർട്ട് 3 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ പാർട്ട് 2 കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷന്റെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരുന്നു എന്നായിരുന്നു പാർട്ട് 2 പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കൺവല്യൂഷൻ 2D എന്താണെന്ന് പറഞ്ഞു, മാക്സ് പൂളിംഗ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, മാക്സ് പൂളിംഗ് പറഞ്ഞില്ല, കൺവല്യൂഷൻ 2D ഓപ്പറേഷൻ ആയിരുന്നു. ആ ഒരു ഓപ്പറേഷൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് പൂളിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിനെ പറ്റിയാണ്. ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺവല്യൂഷൻ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവല്യൂഷൻ ലെയർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇതാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ. നമ്മുടെ ഇൻപുട്ട് ഇമേജ് ഇതാണ്. അതിനെ നമ്മുടെ y എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫിൽറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഫോർ ദ മാത്തമാറ്റിക്കലി convolution is the summation of element-wise product of two metrics. Let us consider the input image x and filter y. The input image, the filter y. More about the filter will be covered later. Both of them, x and y, are matrices. Image x being expressed in the scale of pixel. ഇത് ഓരോ പിക്സൽ കറസ്പോണ്ട് ചെയ്യുന്ന ഇന്റൻസിറ്റി വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാറ്റിന്റെ ഡോഗ് എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഓരോ പിക്സലായിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി വാല്യൂസ് ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. പിന്നെ ഇത് ഫിൽറ്റർ ആണ്. ഇത് നമുക്ക് ആൾറെഡി നമ്മുടെ കോഡ് തന്നെ തരുന്ന ഒരു ഫിൽറ്റർ ആണ്. ഓക്കെ, അതിനെ കൺവല്യൂഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു. Finally, we compute the sum of all the element is in Z to get the scalar number. For example, ഇതെല്ലാം നമ്മൾ ഇതിന്റെ സം എല്ലാം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് റോ വൈസ് സം കണ്ടുപിടിക്കുന്നു. ആദ്യം 3 കണ്ടുപിടിക്കുന്നു. 3 + 4 + 0 + 0 6 + 0 + 0 + 0 + 0 + 45 + 2. അപ്പോൾ നമുക്ക് ഒരു 60 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, now we familiar with the idea behind the CNN. As a big deeper into the topic to understand the building block of CNN. ഇപ്പോൾ CNN എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മെട്രിക്സിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കൺവല്യൂഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ 8x8 മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ 6x6 മെട്രിക്സ് ആക്കി മാറ്റി യൂസിങ് 3x3 ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്ത് കൺവല്യൂഷൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അതിനെ കിട്ടി കേട്ടോ. അപ്പം ഔട്ട്പുട്ട് സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇനി ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാ അടുത്ത ഇതിൽ കൺവല്യൂഷൻ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ. അപ്പോൾ കൺവല്യൂഷൻ ഓപ്പറേഷന്റെ കോഡാണ് ഇത്. കൺവല്യൂഷൻ 2D 32,3/3 3,3 ആക്ടിവേഷൻ ഈക്വൽ ടു വാല്യൂ ഇൻപുട്ട് ഷേപ്പ് ഈക്വൽ ടു 100,100,3. ഈ 32 എന്താന്ന് പറയുകയാണെങ്കിൽ 32 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫിൽറ്റർ ആണ്. എത്ര ഫിൽറ്റർ യൂസ് ചെയ്യുന്നതാണ് 32 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം the code snippet we provide this layer configuration using Keras library for building neural network in Python. ഇനി നമ്മൾ ആ കോഡിനെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ കൺവല്യൂഷൻ 2D, this is a convolution layer in Keras. This is used to perform convolution operation on input data. Convolution operation എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ കേട്ടോ. ഇതാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ. ഇത് നമ്മുടെ ഇൻപുട്ട് ഇമേജിനെ കേണൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കേണൽ അല്ലെങ്കിൽ ഫിൽറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കൺവല്യൂഷൻ കഴിഞ്ഞ് കിട്ടിയ ഒരു ഇമേജ് കിട്ടും. Convolution 2D is suitable for 2D spatial convolution. This 32 represent the number of filters or kernels in the convolution layer. എത്ര kernel യൂസ് ചെയ്യുന്നതാണ് 32 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. Each filter detect different features in the input data. In this case, there are 32 filter നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഫീച്ചറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ 3x3 എന്താണെന്ന് ചോദിച്ചാൽ ദിസ് പാരാമീറ്റർ സ്പെസിഫൈ ദ സൈസ് ഓഫ് ഈച്ച് ഫിൽറ്റർ. നമ്മൾ ആ ഒരു ഫിൽറ്ററിന്റെ സൈസ്. Here each filter is 3x3 matrix. നമ്മളിവിടെ ഇപ്പൊ എടുത്ത മെട്രിക്സ് പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആയിരുന്നു. ഇത് ഇതിന്റെ ഫിൽറ്ററിന്റെ സൈസ് 3x3. അതാണ് നമ്മൾ ഈ കോഡിനകത്ത് എഴുതിയത് 3,3. ആക്ടിവേഷൻ ഈക്വൽ ടു റേലു. ദിസ് is an activation function. ReLU is an activation function. The rectified linear unit ReLU activation function is applied element wise to output of this layer. ReLU is a popular choice for introducing non-linearity. ഈ എന്താണ് ReLU, എന്തിനാണ് ReLU യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു ReLU ആക്ടിവേഷൻ ഫംഗ്ഷൻ
The ReLU can be used in the hidden layer between the input layer and output layer because when x greater than 0, gradient would be either 1 or 0. When x less than or equal to 0. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോൾ 1 ആക്കണം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് അതിനെ സീറോ ആക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റേഡിയോ യൂസ് ചെയ്യുന്നത്. ദെൻ റെക്ടിഫയർ ലീനിയർ യൂണിറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇൻ ഡീപ് ലേണിംഗ് മോഡൽസ്. ദ ഫംഗ്ഷൻ റിട്ടേൺ സീറോ ഇഫ് ഇറ്റ് റിസീവ്സ് എ നെഗറ്റീവ് ഇൻപുട്ട്. നെഗറ്റീവ് ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് അത് സീറോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരണം. ബട്ട് ഫോർ ദ പോസിറ്റീവ് വാല്യൂ എക്സ് ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ ബാക്ക്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മാക്സ് ഓഫ് 0, എക്സ്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതേ വാല്യൂ തന്നെ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു കൺവല്യൂഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ മെട്രിക്സ് ഇതാണെങ്കിൽ ഇത് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ആ റെയിലു ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂസിന്റെ സ്ഥലത്തെല്ലാം സീറോ അങ്ങ് ആഡ് ചെയ്യും. ഇപ്പൊ -3 വന്നു, അപ്പൊ അവിടെ എന്താ ആഡ് ചെയ്തു, സീറോ. -2 വന്നു, അവിടെ എന്താ ആഡ് ചെയ്തു, സീറോ. അതുപോലെ പോസിറ്റീവ് വാല്യൂസിനെ അതുപോലെ അങ്ങ് റീപ്ലേസ് ചെയ്യുക. അതാണ് റെയിലു ആക്ടിവേഷൻ ചെയ്യുന്നത്. പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഷേപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യും. കൺവല്യൂഷൻ ലെയറിന് ഇൻപുട്ട് ഷേപ്പ് ഈക്വൽ ടു 100, 100, 3. This parameter specifies the shape of the input data expected by the layer. In this case, the input shape is a 3D tensor with a dimension 100 cross 100 cross 3. ചാർജ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. ഈ വീഡിയോ ഞാൻ 20 മിനിറ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പാടാം, ഡൗൺലോഡ് ചെയ്യാനും പാടാം. അപ്പം അതാണ് നമ്മളിവിടെ ഇൻപുട്ട് ഷേപ്പ് യൂസ് ചെയ്തേക്കുന്നത്. ദ ലാസ്റ്റ് ഡയമെൻഷൻ 3 റെപ്രസെന്റ് ദ നമ്പർ ഓഫ് കളർ ചാനൽ. ഇപ്പം ഒരു ഇമേജിൽ നമ്മൾ ഒരു RGB കളർ ആയിരിക്കും. റെഡ് കമ്പോണന്റ് കാണും, ബ്ലൂ കമ്പോണന്റ് കാണും, എന്താണ് ഗ്രീൻ കമ്പോണന്റ് കാണും. RGB ചാനൽ ഉണ്ടോ? ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഈ മൂന്ന് ആ ഒരു ഇതിന്റെയും കൂടെ കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺവല്യൂഷൻ ലെയർ കഴിഞ്ഞു, ഇനി അടുത്താണ് മാക്സ് പൂളിംഗ്. പൂളിംഗ് ലെയർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താണ് മെട്രിക്സിന്റെ സൈസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂളിംഗ് ലെയർ യൂസ് ചെയ്യുന്നത്. The code this code max pooling 2D, 2, 2 corresponding to a max pooling layer in CNN. This is a pooling layer in Keras, specifically a 2D max pooling layer. Max pooling layer are used to downsampling the spatial dimension of the input data. 2 by 2, this parameter specifies the size of pooling window. ഈ 2 by 2 എന്ന് പറയുന്നത് നമ്മുടെ പൂളിംഗ് വിൻഡോയുടെ സൈസ് ആണ്. In this case, it is a window of 2 by 2 windows. Max pooling is used for reducing size of the input image. നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് മാക്സ് പൂളിംഗ് എന്ന് നോക്കാം. എന്താ എക്സാമ്പിൾ വെച്ച് പറയാം. Okay, max pooling is a pooling operation that select the maximum element from the region of the feature map converted by filter. Thus, the output after max pooling layer would be a feature map containing the most prominent feature of the previous map. അതായത് ഇപ്പൊ നമുക്ക് കൺവല്യൂഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന മെട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. ഈ മെട്രിക്സിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4x4 ആണ്. അപ്പൊ അതിനെ മാക്സ് പൂളിംഗ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി, 2x2 ആയിട്ട് കിട്ടി. അപ്പൊ ഈ മെട്രിക്സിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള പ്രോസസ് ചെയ്യാനുള്ള ഇത് കൂടും, അപ്പൊ ആക്യുറസിയും കൂടും. മാക്സ് പൂളിംഗ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ആദ്യം നമുക്കൊരു മാക്സ് പൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഇവിടെ കൊടുത്തേക്കുന്ന ഒരു 2x2 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്താണെന്ന് നോക്കിയാൽ, ഈ ഒരു ഫിൽറ്ററിന്റെ സൈസാണ് 2x2. ഓക്കെ, എന്നിട്ട് ആ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ ഈ ഫസ്റ്റ് ഇത്രയും റീജിയൻ എടുക്കുക, ആദ്യത്തെ 4 കോളംസ് 2 റോയിലും ഈ സെക്ഷൻസ് എടുക്കുക, എന്നിട്ട് അതിൽ ലാർജ് വാല്യൂസിനെ എടുത്ത് ഇവിടെ സേവ് ചെയ്യും. അതുപോലെ ഈ സ്ഥലത്തിന്റെ എന്താണ് ലാർജ് വാല്യൂസ് ചെയ്താൽ 7 അല്ല, അത് ഇവിടെ സേവ് ചെയ്യും. ഇനി ഈ ഒരു സെക്ഷന്റെ ലാർജ് വാല്യൂ ചെയ്താൽ 8, അത് ഇവിടെ സേവ് ചെയ്യും. ഈ ഒരു സെക്ഷനിൽ ലാർജ് വാല്യൂ ചെയ്താൽ 6. ഓക്കെ, അങ്ങനെ ആ മെട്രിക്സിന്റെ ഈ ഒരു ഫിൽറ്റർ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ലാർജ് വാല്യൂവിനെ കണ്ടുപിടിച്ചിട്ട് അതിനെയായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പോൾ 4x4 നമ്മൾ എന്തായിട്ട് മാറ്റി, 2x2 ആക്കി മാറ്റി. ഇനി ഇതിനെ പ്രോസസ് ചെയ്താൽ മതി.
ഓക്കെ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഫോർ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ 2/2 ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് മാക്സ് കൂളിംഗ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 20 ആണ് മാക്സിമം, അതിവിടെ സേവ് ചെയ്തു. ഇവിടെ 30 ആണ് മാക്സിമം, അതിവിടെ സേവ് ചെയ്തു. ഇവിടെ 112 ആണ് മാക്സിമം, അതിവിടെ സേവ് ചെയ്തു. ഇനി ഇവിടെ 37 ആണ് മാക്സിമം, അതിവിടെ സേവ് ചെയ്തു. ഓക്കെ. നമ്മൾ ഇമേജിനെ കേണൽ യൂസ് ചെയ്തിട്ട് കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഫീച്ചർ മാപ്പ് കിട്ടി. ആ ഫീച്ചർ മാപ്പിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സ് കൂളിംഗ് യൂസ് ചെയ്യുന്നത്. ഈ ഫീച്ചർ മാപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് 5/5 ആണെങ്കിൽ ഇപ്പൊ ഔട്ട്പുട്ട് കിട്ടിയ മാക്സ് കൂളിംഗ് കഴിഞ്ഞ് കിട്ടിയ ആ ഫീച്ചർ മാപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3/3 ആണ്. അപ്പൊ 5/5 ആണോ പ്രോസസ് ചെയ്യാൻ എളുപ്പം, 3/3 ആണോ? 3/3 അല്ലേ പ്രോസസ് ചെയ്യാൻ എളുപ്പം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സ് കൂളിംഗ് യൂസ് ചെയ്യുന്നത്. മാക്സ് കൂളിംഗ് രണ്ട് ഈസ് യൂസ് ഫോർ ടു മെയിൻ പർപ്പസ്. ഒന്ന് ഡൗൺ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ പിന്നെ ഒരു കൺവല്യൂഷൻ ലെയർ അപ്ലൈ ചെയ്തു, പിന്നെ ഒരു മാക്സ് കൂളിംഗ് ലെയർ അപ്ലൈ ചെയ്തു, ഇതുപോലെ. ഓക്കെ. അതിനുശേഷം നമ്മൾ ഒരു ഫ്ലാറ്റൻ ലെയർ യൂസ് ചെയ്തു. ഫ്ലാറ്റൻ ലെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഒരു മാക്സ് കൂളിംഗ് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഇൻപുട്ട് ഇമേജ് എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഒരു 3/3 മെട്രിക്സ് അല്ലേ. അപ്പൊ ഇനി ആ ഒരു മെട്രിക്സിനെ ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റൻ ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി എന്തുവാണ് ഈ ഫ്ലാറ്റൻ എന്ന് ചോദിക്കുവാണെങ്കിൽ, ഫ്ലാറ്റൻ ലെയർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞുതരാം. ഫ്ലാറ്റൻ ലെയർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പം നമുക്ക് കിട്ടുന്ന ഇതാണ്, ഇതൊരു പൂൾഡ് ഇമേജ്, മാക്സ് കൂളിംഗ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇമേജ്. അതിനെ 2/2 ഒരു 1 ഡയമെൻഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റൻ ലെയർ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ദ ഫ്ലാറ്റൻ ലെയർ റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻ ഓഫ് കൺവേർട്ടിംഗ് എ മൾട്ടി ഡയമെൻഷണൽ അറേ ഓർ ടെൻസർ ഇൻടു എ 1 ഡയമെൻഷണൽ അറേ. അതിനാണ് നമ്മൾ ഫ്ലാറ്റൻ ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ മെട്രിക്സ് 2/2 നമ്മൾ 4/1 ആക്കി മാറ്റി, ഒരു കോളം ആക്കി മാറ്റി. ഓക്കെ. അതിനാണ് നമ്മൾ ഫ്ലാറ്റൻ ലെയർ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പൂൾഡ് ഫീച്ചർ മാപ്പ് എങ്കിൽ ആ ഒരു പൂൾഡ് ഫീച്ചർ മാപ്പിനെ ഫ്ലാറ്റൻ ചെയ്ത് എടുത്തേക്കുന്നത് ഉണ്ടോ. പൂൾഡ് ഫീച്ചർ മാപ്പിന്റെ ഈ ഒരു ഫീച്ചർ മാപ്പിന്റെ ഇതെല്ലാം ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തു, ഇവിടെ ഫ്ലാറ്റൻ ചെയ്തു, ഈ അടുത്ത ഇമേജിന്റെ ഇതിനെ ഇവിടെ ഫ്ലാറ്റൻ ചെയ്തു, അടുത്തതിന്റെ ഇവിടെ ഫ്ലാറ്റൻ ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഡിഫറെന്റ് കേണൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല പൂൾഡ് ഫീച്ചർ മാപ്പ് കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള ഇതിനെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത് വെച്ചേക്കും. ഓക്കെ. ആ കോഡാണ് അത്. ഇതാണ് ഫ്ലാറ്റ്. ഇനി അടുത്ത ഡെൻസ് ലെയർ യൂസ് ചെയ്തിരിക്കുന്നു. ഈ ഡെൻസ് ലെയർ ആർ കോമൺലി യൂസ്ഡ് ഇൻ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ നെറ്റ്വർക്ക് ഫോർ ദ ടാസ്ക് ലൈക്ക് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെൻസ് ലെയർ യൂസ് ചെയ്യുന്നത്. The output of the last dense layer often corresponding to the number of class in the classification task, and the softmax activation function is frequently applied to generate the class probabilities. അപ്പം ഈ ഡെൻസ് ലെയറിലാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ടാസ്ക് നടക്കുന്നത്, എന്ത് ക്ലാസിഫിക്കേഷൻ ചെയ്യണമെന്നുള്ളത്. ഇനി ഔട്ട്പുട്ട് ലെയറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. ദ ഫൈനൽ ലെയർ പ്രൊഡ്യൂസ് ദ CNN ഔട്ട്പുട്ട്സ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ടാസ്ക്. It is typically uses a softmax activation function to obtain the probability distribution over the class. ഇവിടെ ഡെൻസ് 1, ആക്ടിവേഷൻ ഈക്വൽ ടു സിഗ്മോയിഡ്. ആ ഒരു കോഡ് നമ്മുടെ this code refers to a dense layer. Dense means this specifies a fully connected layer where each neuron in the layer is connected to every neuron in the previous layer. അപ്പൊ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ലെയറിലെ ആ ഒരു ന്യൂറോണുമായിട്ടെല്ലാം നമ്മുടെ ഈ ഡെൻസ് ലെയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുള്ളി കണക്റ്റഡ് ലെയറിനെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡെൻസ് ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പം ദിസ് വൺ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് neurons or unit in the dense layer. This one. In this case, this is a single neurons in the layer. ഈ ഒരു ഡെൻസ് ലെയറിൽ ഒരു സിംഗിൾ ന്യൂറോൺ മാത്രമേ ഉള്ളൂ, ഒരു ലെയർ ന്യൂറോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ ഡെൻസ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂറോണിനെ മാത്രം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ ന്യൂറോൺ. In this case, sigmoid activation function is used. The sigmoid activation function is commonly used in binary classification problems, where the network needs to output the probabilities in the range 0 or 1. അപ്പോൾ നമുക്ക് ഈ സിഗ്മോയ്ഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനാണ്. കാരണം ഒന്നുകിൽ നമുക്കത് 0 കാണിക്കണം അല്ലെങ്കിൽ 1 കാണിക്കണം. അങ്ങനെയുള്ള പ്രോബ്ലത്തിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിഗ്മോയ്ഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇനി നമുക്കൊരു പല ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്, അത് ഓരോന്നും നോക്കിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം.
The sigmoid activation function catches the output into the range 0 or 1, making it interpreted as probability. ഒന്നുകിൽ അത് സീറോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ വൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ സിഗ്മോഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. Dense layer is simply layer of neuron in which each neuron receives the input from the neurons of previous layer is called the dense. Dense layer is used to classify image based on output from the convolution layer. നമുക്ക് convolution layer നിന്ന് കിട്ടുന്ന ആ ഒരു ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡെൻസ് ലെയർ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, പല കൺവല്യൂഷൻ ഓപ്പറേഷനും മാക്സ് പുള്ളിങ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ നമ്മുടെ ഒരു ഫുള്ളി കണക്ട് ലെയറിലോട്ട് കൊടുക്കും. ഈ ഫുള്ളി കണക്ട് ലെയറിനെയാണ് നമ്മൾ ഡെൻസ് ലെയർ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഡെൻസ് ലെയറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്, ഏത് ക്ലാസ് വരുന്നതാണെന്നുള്ളത്. ഓക്കെ, ഡെൻസ് ലെയർ കണ്ട, ഇതാണ് ഡെൻസ് ലെയർ. ഇതിനെ നമ്മൾ ഒരു ഫുള്ളി കണക്ട് ലെയർ എന്ന് പറയും. അപ്പൊ അത്രയ്ക്ക് നമ്പർ ഓഫ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ആ പ്രോസസ് നടന്നതിന്റെ ഫലമായിട്ടാണ് അവസാനം നമുക്കൊരു സിംഗിൾ വാല്യൂ കിട്ടുക. ആ വാല്യൂവിനെ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഇനി അടുത്ത, ഇനി നമ്മൾ മോഡലിനെ ഉണ്ടാക്കി. ഇനി ഈ മോഡലിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ട് ഡാറ്റയെ പാസ് ചെയ്യണം. ഓക്കെ, ഇനി മോഡലിലോട്ട് കമ്പൈൻ ലോസ് ഈസിക്കൽ ടു ബൈനറി ക്രോസ് എൻട്രോപ്പി, ഒപ്റ്റിമൈസർ ഈസിക്കൽ ടു ആദം, മെട്രിക്സ് ഈസിക്കൽ ടു ആക്യുറസി. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ലോസ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലോസ് ഈസിക്കൽ ടു ബൈനറി ക്രോസ് എൻട്രോപ്പി. ദ ലോസ് ഫംഗ്ഷൻ ഈസ് എ മെഷർ ഓഫ് ഹൗ വെൽ ദ മോഡൽ ഈസ് പെർഫോമിംഗ്. In this case, it is set to binary cross entropy. This loss function is commonly used for binary classification problem. അപ്പം ഈ നമ്മുടെ ഈ ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനകത്താണ് നമ്മൾ ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞാൽ ആറ്റം ഒപ്റ്റിമൈസർ ആണ്. ദ ഒപ്റ്റിമൈസർ ഡിറ്റർമൈൻസ് ഹൗ ദ മോഡൽ വെയിറ്റ് ആർ അപ്ഡേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലോസ് ഫംഗ്ഷൻ. Atom is an optimizing algorithm that is popular for the efficient and good performance of the various type of data. അപ്പൊ നമ്മുടെ ഈ ലോസിന്റെ വാല്യൂസ് നോക്കിയിട്ട് നമ്മുടെ ആദം ഒപ്റ്റിമൈസർ നമ്മുടെ വെയിറ്റിന്റെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യും. അതിനാണ് നമ്മളിവിടെ ഒപ്റ്റിമൈസർ ഈസിക്കൽ ടു ആദം കൊടുത്തിരിക്കുന്നത്. ഈ മെട്രിക്സ് ആർ യൂസ് ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് ദ മോഡൽ. ഇപ്പൊ ഇവിടെ നമ്മൾ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്, മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്യുറസി ആണ്. ഒരു മോഡലിന്റെ പെർഫോമൻസ് എത്രമാത്രം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ളതിന്റെ പെർഫോമൻസ് ആണ് മെട്രിക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം സോ ദ സമ്മറി എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് പറ്റി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, this slide of code configure the model for training by specifying the loss function, the optimizer and the matrices to use to during the training and validation. ഇനി ആഫ്റ്റർ ദിസ് പ്രോസസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അതിനെ ഈ ഒരു മോഡലിലോട്ട് നമ്മുടെ ഈ എക്സ് ട്രെയിനെ വൈ ട്രെയിനെ കൊടുക്കുന്നു. ഇവിടെ എന്തിനാണ് ബൈനറി ക്രോസ് എൻട്രോപ്പി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലോസ് ഫംഗ്ഷൻ ആണ് യൂസ്ഡ് ഇൻ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് in machine learning and neural networks. It is commonly employed when the task is to classify input into one of the two classes, often denoted as 0 and 1. ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് ക്ലാസിഫിക്കേഷനെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത്, ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുത്തേക്കുന്നത്. This loss function is particularly well suited for the problem where each input belongs to one of the two classes. Binary cross entropy measure the difference between the predicted probability distribution and the true distribution. And true distribution is ground truth. In binary classification is used to calculate the difference between the predicted probability and the actual label of each examples in the data. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി ആയിട്ട് എന്ത് ചെയ്ത് എങ്ങനെ പ്രിഡിക്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. ഇനി നമ്മൾ ആ ഒരു മോഡൽ ഫിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ മോഡലിനകത്ത് നമ്മുടെ എക്സ് ട്രെയിനും വൈ ട്രെയിനും കൊടുത്തു. എന്നിട്ട് എപ്പോക്ക് എന്ന് പറഞ്ഞാൽ 5 എന്ന് സെറ്റ് ചെയ്തു. എന്താണ് എപ്പോക്ക് എന്ന് ചോദിച്ചാൽ, an epoch is one complete pass to the entire training data set. The model will be trained for a total 5 epoch, meaning it will be see the entire X train and Y train data set is 5 times. The batch size is equal to 64, which means during each epoch, the training data is divided into batches and the model weight are updated after processing each batch. In this case, each batch contains 64 examples. So, when you execute this line of code, the model will be trained on the provided training data, X train and Y data. For the 5 epoch, and weight of the model will be updated after processing each batch of 64 examples. Make sure that we have already compiled our model using compile method before calling this fit method, model.fit method. After training, we can evaluate the performance of our model on unseen data.
അപ്പോൾ നമുക്ക് ഈ മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മോഡലിനെ സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് സേവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മോഡൽ ഡോട്ട് സേവ്, മോഡൽ ഡോട്ട് എച്ച് ഫൈവ്. അപ്പോൾ നമുക്ക് 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 ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയ മോഡൽ ഡോട്ട് എച്ച് ഫൈവ് എന്ന് പറഞ്ഞ ഫയലിൽ കിടക്കും. ഇനി ആ ഫയൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാം, പുതിയൊരു ഇൻപുട്ട് ഇമേജ് കൊടുത്താൽ. ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്ന IDX ഇസിക്കൽ റാൻഡം എന്ന് പറഞ്ഞ റാൻഡ് ഇൻഡ് 0,ln(y_test). അപ്പൊ നമ്മൾ ഇവിടെ ഒരു റാൻഡം ആയിട്ട് ഒരു ഇമേജിനെ എടുക്കുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, പ്ലോട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ ഒരു ഇമേജ് ക്യാറ്റ് ആണെന്ന് ഡോഗ് ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ മോഡൽ പ്രിഡിക്ട് ചെയ്തത് എന്താണ്, ക്യാറ്റ് ആണെന്ന് പ്രിഡിക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ മോഡൽ ഡോട്ട് എച്ച് ഫൈവ് എന്ന് പറഞ്ഞ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമേജ് കൊടുത്തപ്പോൾ അത് ക്യാറ്റ് ആണെന്ന് ഡോഗ് ആണെന്ന് പ്രിഡിക്ട് ചെയ്തത്. ഈ y=0 ആണെങ്കിൽ അത് ഡോഗ് ആയിരിക്കും, അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 1 ആയിട്ടായിരിക്കും വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ക്യാറ്റ് എന്ന് വന്നേക്കുന്നത് കേട്ടോ, ഈ ലേബലിന്റെ വാല്യൂ. അപ്പൊ ആ ഒരു ലേബലിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് പ്രിഡിക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് റാൻഡം ആയിട്ട് ആ ഡാറ്റാ സെറ്റിൽ നിന്ന് ഒരു ഇമേജിനെ സെലക്ട് ചെയ്തെടുക്കും. അതിനാണ് IDX2 റാൻഡം റാൻഡ് ഇൻഡ് 0,ln(y_test) കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു കോഡ് കൊടുക്കുമ്പോൾ റാൻഡം ആയിട്ട് നമ്മുടെ ആ ഒരു ഇൻപുട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ഇതിനകത്ത് ഒരു ഇമേജിനെ അത് സേവ് ചെയ്തെടുത്തോളൂ. ഓക്കെ, എന്നിട്ട് y= മോഡലിലോട്ട് പ്രിഡിക്റ്റ് എക്സ് ടെസ്റ്റ് IDX2 പാസ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിനെ റീഷേപ്പ് ചെയ്തു, പ്രീ പ്രോസസ് ചെയ്തു. എന്നിട്ട് y=y0.5 ആണോ നോക്കി. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നിട്ട് അതിനകത്ത് കിട്ടുന്ന y=ന്റെ വാല്യൂ, ഇപ്പൊ y=ന്റെ വാല്യൂ >0.5 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, y=നകത്ത് സേവ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോ ഈ y=ന്റെ വാല്യൂ =0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാം, നമുക്കത് ഡോഗ് ആണെന്ന് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്ത് പ്രിന്റ് ചെയ്യാം, ക്യാറ്റ് ആണെന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിന്റ് അവർ മോഡൽ സേസ് PRED ആ ഒരു പ്രഡിക്ഷൻ എന്ത് ചെയ്യുക, ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്, അവർ മോഡൽ സേസ് ഇറ്റ് ഈസ് എ ക്യാറ്റ് എന്ന് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ക്യാറ്റ് ഇൻപുട്ട് ഇമേജ് കൊടുത്ത്, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാറ്റ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ കോഡ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ അത് ഒന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് ഈ ഡാറ്റാ സെറ്റും മെയിൽ അയക്കുകയാണെങ്കിൽ ഞാനത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു.